കരിമുര എന്നുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് ദോശ. ഞാൻ പറഞ്ഞ പോലെ അളവിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ചേർക്കണമെങ്കിൽ നല്ല കരിമുര ദോശ നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കുഴഞ്ഞിരിക്കണ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി ഉടനെ കാസറോളിലിട്ട് അടച്ചാൽ മതി. അപ്പോൾ അത് നല്ല തണുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ട് ഇരിക്കും. പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ അളവിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ എങ്ങനെ ദോശ തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പോൾ കുറേ ആയിട്ട് പറയാറില്ല. നിങ്ങളാരും ഇപ്പോൾ അത്ര അങ്ങോട്ട് ചെയ്യണമില്ല കേട്ടോ. അപ്പോൾ പറ്റുക ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയണ പോലെ അടുത്ത വീഡിയോയിൽ പോയോ എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഗോതമ്പ് ദോശ ചടപടയെന്ന് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ വെള്ളം ചേർക്കണം. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പറയാട്ടോ എന്തോരം വേണ്ടി വന്നു എന്നുള്ളത്. ആദ്യം നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഇത് മിക്സ് ചെയ്യാൻ എടുക്കണത് ഇതേ നമ്മുടെ കപ്പ അതിന് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതേ ഫോർക്കാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് കിട്ടും. സ്പൂൺ കൊണ്ട് ഇതുകൊണ്ടൊക്കെ അടിക്കണേക്കാട്ടി ഇനി നല്ല വൃത്തിയിൽ നമുക്ക് ഇതിലിട്ടിട്ട് അടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ മാവ് മിക്സിയിൽ ഇട്ട് അടിച്ചെടുത്ത പോലെ തന്നെ കിട്ടും നമുക്ക് ഈ ഫോർക്ക് വെച്ച് ചെയ്യുമ്പോൾ. 1/2 കപ്പ് വെള്ളം പോരാട്ടോ. അങ്ങനെ നോക്കുമ്പോൾ 1/2 കപ്പ് പോരാ. നമ്മളിത് എന്നും ചെയ്യുമ്പോൾ അളവൊന്നും നോക്കാറില്ലേ. ഞാൻ ആ പരുവത്തിന് ഒഴിക്കുക ചെയ്യാറ്. ഇതേ വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇപ്പം കണ്ടോ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ആ നേരം കൊണ്ട് ഇതേ മാവിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. 1 കപ്പ് വെള്ളം നമ്മൾ മാവിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ മാവിലേക്ക്. അതായത് 1 കപ്പും 2 ടേബിൾ സ്പൂണാണ് വെള്ളം വേണ്ടത്. ദേ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ വിട്ട് വിട്ട് ഇങ്ങനെ വീഴണം. ഒഴുകി വീഴരുത് മാവ്. ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ മുറിഞ്ഞ് വീഴണം. അതാണ് പരുവം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല മുരിഞ്ഞ ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. അപ്പോൾ വെള്ളം അധികം ആവരുത്. ഇങ്ങനെ മുറിഞ്ഞ് തന്നെ വീഴണം മാവ്. അതാണ് പരുവം. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഉലുവപ്പൊടി ചേർത്താലേ ഒരു പ്രത്യേക മണവും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ദോശയ്ക്ക് കേട്ടോ. അത് മുരിഞ്ഞ് വരുമ്പോൾ ഒരു ജാതി മണം. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിട്ടാ ചെയ്യാത്തവരാണെങ്കിൽ. നല്ലൊന്ന് മിക്സ് ചെയ്യാം. ചട്ടി ഇപ്പുറത്ത് ചൂടായോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാൻ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ദോശപ്പാന്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഈ ഷേന്നുള്ള സൗണ്ട് കേൾക്കണം. എന്നാലാണ് ദോശ നല്ല മുരിഞ്ഞ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കണ്ടോ? ഇനി നല്ലൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കഴിഞ്ഞാൽ പിന്നെ തീരെ ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. വേണമെങ്കിൽ അതിൻ്റെ മീതെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുമ്പോൾ നെയ്യൊന്നും ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊന്ന് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇച്ചിരി നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശ മുരിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ. അപ്പോഴാണ് അടുത്ത ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഫ്ലെയിം കറക്റ്റായിട്ട് കിട്ടുള്ളൂ നമുക്ക് പരത്താൻ. കണ്ടോ? നല്ല അടിക്കൊന്നും പിടിക്കാതെ കണ്ടോ? നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഈ കയ്യിലോണ്ട് എടുത്താൽ അതൊന്ന് കറക്റ്റ് കിട്ടുള്ളൂ. മറ്റേ മരത്തവി ആകുമ്പോൾ ശരിയാവില്ല. കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? നല്ല അടിപൊളി ക്രിസ്പി ദോശയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. കണ്ട നല്ല അടിപൊളി ദോശയാണ്. ഇത് വേറെ എടുത്ത് വെക്കട്ടെ കേട്ടോ ഒരു പ്ലേറ്റിലേക്ക്. നെയ്യ് പെരട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മുരിയാൻ തുടങ്ങുമ്പോഴത്തേനും ലോ ഫ്ലെയിമിലാക്കിക്കോളൂ കേട്ടോ. എന്നാലാണ് അടുത്ത ദോശ ചുടുമ്പോഴത്തേനും നമുക്ക് അതിന്റെ പരുവം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് കണ്ട എത്ര നൈസായിട്ടാണ് കിട്ടണമെന്ന് നോക്കി. അടിപൊളി ദോശയായിട്ട് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ചുരുട്ടിയെടുക്കണമെങ്കിൽ ചുരുട്ടിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. കണ്ടോ? നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ദോശ. കണ്ടോ? അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ദോശ തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഈ ഒരു അളവിൽ ഞാൻ ഇപ്പോൾ 2 കയ്യിൽ വെച്ചിട്ടല്ലേ ഒഴിച്ചേക്കണേ. അതുകൊണ്ടൊരു 4 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കണ്ടോ? നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ ദോശ റെഡി ആയിട്ടുണ്ട്. എന്ത് കനം കുറവാന്ന് നോക്കിയാൽ നമ്മുടെ ദോശ. നല്ല കനം കുറഞ്ഞിട്ടുള്ള ദോശയല്ലേ? കണ്ടോ? പേപ്പർ റോസ്റ്റ് പോലെ ഇരിക്കുന്നത് നല്ല മുരിഞ്ഞ ദോശ. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങൾക്കും തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് അടുത്തൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം.